ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ താമര വിത്ത് മുളപ്പിക്കുന്ന വീഡിയോ ഇട്ടുണ്ടായില്ലേ, വെള്ളത്തിലിടുന്നതും മുളപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഇതേ നമ്മുടെ താമര എത്രയായിട്ടുണ്ടോ ഇത്രയും ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നടാറായിട്ടുണ്ട്, നിറച്ചതേ വേരൊക്കെ വന്ന് ഇത്രയും ഇലകൾ വെച്ച് ഓരോ വിത്തിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഒരു ടബിലോട്ട് നട്ടു കൊടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഏറ്റവും അടിഭാഗത്ത് 2 പിടിയോളം ചാണകപ്പൊടിയും സ്റ്റെറാമീലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെറാമീലിന് പകരമായിട്ട് നമുക്ക് എല്ലുപൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സാധാരണ മണ്ണാണ്, നമ്മുടെ പറമ്പിലെ മണ്ണ്. അതെല്ലാം ഇതേപോലെ കല്ലും പൊടിയൊക്കെ കളഞ്ഞ് വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പറക്കി കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇത്രയും ഭാഗത്ത് നമ്മുടെ പറമ്പിലെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്, കല്ലൊക്കെ കളഞ്ഞിട്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചെളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാടത്തെ ചെളി ഉണ്ടല്ലോ, അതൊരു ലെയർ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ താമരയുടെ വിത്ത് ഇതിലോട്ട് നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടബിൻ്റെ സൈഡിലായിട്ടാണ് 2 നട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെളി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെ ചെളിയാക്കിയിട്ട് മുകൾ ഭാഗത്ത് ഇതേപോലെ നിരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചെളി കലങ്ങാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലയോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ താമര നട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിലോട്ട് വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. അതിൽ മൊത്തത്തിൽ കലങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതേപോലെ താമര നടുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്ത് ഇതേപോലെ നട്ടത് കണ്ട് അവർ പറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ താമര നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ.